ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്. അതായത് ഓൾഡ് ടാക്സ് റെജീമാണോ ന്യൂ ടാക്സ് റെജീമാണോ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയോട് കൂടി നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടും. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മിസ്സാവാതെ കാണാനായിട്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം നമ്മളൊരു VIP വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ തന്നെയുള്ള ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ എന്നുള്ളൊരു ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടേബിൾ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടാക്സ് റെജീം ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ചില ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളത് അവരുടെ ടാക്സ് ഒക്കെ ഡിഡക്ട് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഓൾഡ് ടാക്സ് റെജീമിലായിരിക്കാം അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജീമിലായിരിക്കാം. ഇനി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ റെജീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ഇൻകം ഇല്ല എങ്കിൽ, അതായത് നിങ്ങൾ ITR 1 അല്ലെങ്കിൽ ITR 2 എന്നുള്ള ഇതിലേതെങ്കിലും ഒരു ഫോമാണ് നിങ്ങൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നേരത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെജീം ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ഓൾഡ് ടാക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾഡ് ടാക്സ് ചൂസ് ചെയ്യാം. അതല്ല ന്യൂ ടാക്സ് ആണെങ്കിൽ ന്യൂ ടാക്സ് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ടാക്സ് ഡിഡക്ട് ചെയ്തിരിക്കുന്നത് ഏത് റെജീമിലായാൽ പോലും. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പാരിറ്റീവ് ഇലസ്ട്രേഷനിലേക്ക് കടക്കാം. ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിലെ ഹോം പേജിൽ തന്നെ നമുക്ക് ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. വെബ്സൈറ്റിൻ്റെ ഹോം പേജ് പോകാനായിട്ട് incometax.gov.in എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾ ഗൂഗിളിൽ ഇൻകം ടാക്സ് ഫയലിംഗ് എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അതിൽ നിങ്ങൾ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഡിഫോൾട്ടായിട്ട് 26-27 ആയിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുന്നത്. അത് 25-26 ആക്കുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം ആസ് പെർ ന്യൂ ടാക്സ് റെജീം, അതായത് ന്യൂ ടാക്സ് റെജീം പ്രകാരം നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ഇൻകം, അതായത് നിങ്ങൾക്ക് ന്യൂ ടാക്സ് നിങ്ങൾ സാലറീഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഡിഡക്ഷൻസ് കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ 10,75,000 രൂപയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ 75,000 കുറച്ച്, അതുപോലെ തന്നെ ഈ 80CCD2, 80JJA ഇങ്ങനെയുള്ള സെക്ഷനുകളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറയ്ക്കാനായിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞതിനുള്ള വരുമാനമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 10 lakhs എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ 10 lakhs എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ റൈറ്റ് സൈഡിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടാക്സബിൾ ഇത് വന്നു, അതായത് ടോട്ടൽ ടാക്സബിൾ ഇൻകം ആസ് പെർ ഓൾഡ് ടാക്സ് 10 lakhs, ന്യൂ ടാക്സ് 10 lakhs. അപ്പോൾ ഓൾഡ് റെജീം പ്രകാരം 1,17,000 രൂപയാണ് ഇവിടെ വരുന്നത്, ടാക്സ് വരുന്നത്. ന്യൂ ടാക്സ് റെജീം പ്രകാരം 52,000 രൂപയാണ് ടാക്സ് വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കാൽക്കുലേറ്ററിൽ ബൈ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരും. ഇനിയാണ് നിങ്ങൾ ഏതാണ് ഒപ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡിഡക്ഷൻ ഉണ്ട് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ചാപ്റ്റർ 6A പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ ആ എമൗണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 lakhs rupees, അതായത് നിങ്ങൾക്ക് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ 80C ഡിഡക്ഷൻസ് ഇതെല്ലാം കൂടിയിട്ട് ഒരു 2 ലക്ഷം രൂപയുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് കൊടുക്കാം. അപ്പോൾ ആ ഡാറ്റ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ മുകളിൽ ടാക്സ് എമൗണ്ട് മാറിയത് കണ്ടോ, അതായത് ഓൾഡ് ടാക്സ് റെജീം അപ്പോൾ 75,400 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ന്യൂ ടാക്സ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിതിൽ ഏത് എമൗണ്ടിലാണ് നിങ്ങൾക്ക് ഓൾഡ് ടാക്സ് റെജീം ലാഭകരമാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് നിങ്ങൾക്ക് 3,12,500 രൂപയുടെ ഡിഡക്ഷനെങ്കിലും വേണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റൈറ്റ് സൈഡിൽ ഇവിടെ രണ്ടും ഈക്വലായി നടത്തുക. അതായത് ടാക്സ് ആസ് പെർ ഓൾഡ് ടാക്സ് റെജീമും ടാക്സ് ആസ് പെർ ന്യൂ ടാക്സ് റെജീമും സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രം, അതായത് നിങ്ങളുടെ കയ്യിൽ ഓൾഡ് ടാക്സ് റെജീമിൽ ഈ 3,12,500 രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീം ഒപ്റ്റ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് ബെനിഫിഷ്യൽ ആയിരിക്കില്ല. അതായത് യു സേവ് 0 എന്ന് കണ്ടില്ല. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 3,50,000 രൂപയുണ്ട് എന്ന് കരുതൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും യു സേവ് 7,904 ഇഫ് യു ഓപ്റ്റ് ഫോർ ഓൾഡ് ടാക്സ് റെജീം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രം ഓൾഡ് ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുക. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കമ്പാരിസൺ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓരോന്നും ഇതുപോലെ നോക്കണം എന്നില്ല, ആ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.
ഓക്കെ, ഇതാണ് നമ്മളുടെ ടേബിൾ വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകം ആണ്. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ടാക്സ് ആസ് പെർ ന്യൂ ടാക്സ് റെജീം, അതായത് ന്യൂ ടാക്സ് റെജീം പ്രകാരം നിങ്ങൾക്ക് വരുന്ന ടാക്സ് ആണ്. മൂന്നാമത്തെ കോളം ഓൾഡ് ടാക്സ് റെജീം പ്രകാരം നിങ്ങൾക്ക് വരുന്ന ടാക്സ് ആണ്. അവസാനത്തെ കോളം BEP ഡിഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര രൂപ ഡിഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ടാക്സ് ആയിട്ട് ടാലി ആവുന്ന അർത്ഥം. അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ, നേരത്തെ നമ്മൾ ആ ടാലി ആക്കാനായിട്ട് എത്ര രൂപ ഡിഡക്ഷൻ ഉണ്ട്, അപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ഉള്ളൂ എന്നർത്ഥം. അതായത് അവസാനത്തെ കോളം ടാലി ആക്കാനുള്ള ഒരു പോയിൻ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5,50,000 രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ടാക്സ് റെജീം പ്രകാരം ടാക്സ് ഇല്ല. പക്ഷേ ഓൾഡ് ടാക്സ് റെജീം പ്രകാരം 23,400 രൂപ ടാക്സ് വരുന്നുണ്ട്. 50,000 രൂപ ഡിഡക്ഷൻ ഉണ്ട് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷത്തിൽ താഴെയായിരിക്കുന്നു നിങ്ങളുടെ വരുമാനം, 5 ലക്ഷത്തിൽ താഴെയാവുന്നു. അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് ഇല്ല. ഇനിയിപ്പോൾ 10 ലക്ഷമാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ 52,000 രൂപയാണ് ന്യൂ ടാക്സ് റെജീമിൽ വരുന്നത്. 1,17,000 രൂപയാണ് ഓൾഡ് ടാക്സ് റെജീമിൽ വിത്തൗട്ട് ഡിഡക്ഷൻ ടാക്സ് വരുന്നത്. അപ്പോൾ 3,12,500 രൂപ നിങ്ങൾക്ക് ഡിഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾഡ് ടാക്സ് റെജീമും ന്യൂ ടാക്സ് റെജീമും ടാലി ആവുമെന്ന് അർത്ഥം. അതായത് 52,000 രൂപയായിട്ട് ടാക്സ് മാറും. അതിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രം, ഇപ്പോൾ ഈ അവസാനത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത് ബ്രേക്ക് ഈവൺ പോയിൻ്റ് ആണ്. അതിൽ കൂടുതൽ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കുകയുള്ളൂ, ലാഭകരമായിരിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ 15 lakhs വരെയുള്ള ഇതുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 15 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ വരുമാനം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 4,08,331 രൂപയുടെ ഡിഡക്ഷനെങ്കിലും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. പക്ഷേ സാധാരണ കേസിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ന്യൂ ടാക്സ് റെജീമായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം അത്രയധികം ഡിഡക്ഷൻസ് അല്ലെങ്കിൽ അത്രയധികം ടാലി ആവാനായിട്ടുള്ള അത്രയധികം ഡിഡക്ഷൻസ് ഒന്നും ആരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് പല ആളുകൾക്കും കൺഫ്യൂഷനുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഫയൽ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഈ ടേബിൾ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓൾഡ് ടാക്സ് ന്യൂ ടാക്സ് എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ മാറി എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.